മഹാരാജാസ് ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകന് പരിക്കേറ്റ സംഭവം SFI വിളിച്ചു വരുത്തിയ ഒരു വിനയായിട്ട് അതിനെ നോക്കിക്കാണാനാണ് KSU ആഗ്രഹിക്കുന്നത്. മഹാരാജാസ് ക്യാമ്പസിൽ കഴിഞ്ഞ 1.5 മാസത്തോളമായി നിരന്തരം അക്രമ പരമ്പരകൾ നടക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തന്നെയാണ്. അവർ രാഷ്ട്രീയമുള്ള വിദ്യാർത്ഥികളെയും രാഷ്ട്രീയമില്ലാത്ത വിദ്യാർത്ഥികളെയും അങ്ങനെ നിരവധി ആക്രമണങ്ങൾ കഴിഞ്ഞ 1 മാസത്തിനിടെയായി മഹാരാജാസ് ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ആക്രമിച്ച ഇതിൽപ്പെടുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ തിരിച്ചുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമായിട്ട് ഇതിനെ നോക്കിക്കാണുകയാണ്. ഇത് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് KSU ആണ്. മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും കൂടി KSUവിൻ്റെ പേരിനോട് ചേർത്ത് വെച്ചിട്ട് ആക്രമണങ്ങൾക്ക് സംയുക്തമായി നേതൃത്വം കൊടുത്തു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമായിട്ട് തന്നെയാണ് KSU പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. മഹാരാജാസ് ക്യാമ്പസിൽ നിരന്തരമായി ഇന്നലെ അല്ല പ്രശ്നങ്ങളുടെ തുടക്കം, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വളരെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം മഹാരാജാസ് കോളേജിൽ KSUവിൻ്റെ നേതൃത്വത്തിൽ KSUവിൻ്റെ ഒരു പ്രതിനിധി ജനറൽ പാനലിലേക്ക് വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അഫാം എന്ന് പറയുന്ന വിദ്യാർത്ഥി തീവ്ര ഇടതുപക്ഷ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു വിദ്യാർത്ഥി മഹാരാജാസ് കോളേജിലെ SFIയുടെ ചെയ്തികളിൽ മനം മടുത്ത ശേഷം KSUവിൻ്റെ സംഘടനാ പ്രവർത്തകനായി വരികയും 3-ാം വർഷ പ്രതിനിധിയായി മത്സരിക്കുകയും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതിനുശേഷവും നിരന്തരം ഈ അഫാം എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ നിരന്തരം ആക്രമണത്തിന് ഇരയാക്കുന്ന ഒരു സാഹചര്യം മഹാരാജാസ് ക്യാമ്പസിൽ കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച യാതൊരു പ്രകോപനവുമില്ലാതെ ഈ പറയുന്ന KSUവിൻ്റെ വിദ്യാർത്ഥിയെ 3-ാം വർഷ പ്രതിനിധിയായ അഫാമിനെ ആക്രമിക്കുന്നു. അതിന് ചോദ്യം ചെയ്യാൻ വന്ന KSUവിൻ്റെ തന്നെ പ്രവർത്തകനായിട്ട് അബ്ദുൾ മാലിക് എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകനെ ഏകദേശം 100ഓളം വരുന്ന SFIയുടെ പ്രവർത്തകർ മഹാരാജാസ് ക്യാമ്പസിൽ വളഞ്ഞിട്ട് പട്ടികയും ഇരുമ്പ് വടിയും ഉപയോഗിച്ച് ആക്രമിക്കുന്ന രംഗങ്ങൾ എനിക്ക് തോന്നുന്നു ചില മാധ്യമങ്ങളിലെല്ലാം ആ രംഗങ്ങൾ അതിൻ്റെ വിഷ്വലുകളെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്ന തരത്തിൽ സമാനമായിട്ടുള്ള രീതിയിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ SFIയുടെ യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ SFIയുടെ കോളേജ് യൂണിയൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വളരെ സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണം തിങ്കളാഴ്ച മഹാരാജാസ് ക്യാമ്പസിൽ അഴിച്ചുവിടുന്നുണ്ട്. അതിന്റെ ഫലമായി KSUവിൻ്റെ 2 പ്രവർത്തകർ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും നമ്മൾ നിരന്തരം പോലീസിന്റെ അടുത്ത് മഹാരാജാസ് കോളേജിൽ അക്രമ സാഹചര്യമുണ്ട്, അതിൽ ഇടപെടണം, നിലവിൽ ആക്രമണത്തിന് ഇരയായിട്ടുള്ള വിദ്യാർത്ഥികൾ ആശുപത്രിയിലുണ്ട്, FIR രജിസ്റ്റർ ചെയ്യണം, മൊഴിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ വൈകുന്നേരമാണ് മഹാരാജാസ് ക്യാമ്പസിൽ തിങ്കളാഴ്ച ആക്രമണത്തിനിരയായ KSU പ്രവർത്തകരുടെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ കാലാകാലങ്ങളായിട്ട് മഹാരാജാസ് ക്യാമ്പസിൽ SFI പറയുന്ന കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെടുകയും SFI കൊടുക്കുന്ന പ്രതിപട്ടിക മാത്രം പോലീസുകാർ സ്വീകരിക്കുകയും SFI പറയുന്നത് പ്രകാരം ആ ക്യാമ്പസിൽ നടക്കുന്ന എല്ലാ അക്രമ പരമ്പരകൾക്കും വകുപ്പുകൾ ഇടുകയും ചെയ്യുന്ന പോലീസിന്റെ കെടുകാര്യസ്ഥത തന്നെയാണ് നിരന്തരമായി മഹാരാജാസ് ക്യാമ്പസിൽ ഉണ്ടാകുന്ന അക്രമത്തിന്റെ കാരണം സ്വാഭാവികമായിട്ടും ഞങ്ങൾ പല ആവർത്തിയേന ഞങ്ങൾ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പോലീസ് അധികാരികളുടെ അടുത്ത്, കമ്മീഷന്റെ അടുത്ത്, അതിന്റെ മുകളിലുള്ള പോലീസ് അധികാരികളുടെ അടുത്തെല്ലാം ഞങ്ങൾ നിരന്തരം പറയുന്നു, മഹാരാജാസ് ക്യാമ്പസിൽ നിരന്തരം അക്രമങ്ങൾ SFIയുടെ നേതൃത്വത്തിൽ നടത്തുകയാണ്, കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. അപ്പോൾ SFIക്ക് ഒത്താശ ചെയ്തുകൊണ്ട് അവിടെയുള്ള ഞാൻ പല ആവർത്തിനും പല വിഷയങ്ങളുണ്ടായപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മഹാരാജാസ് ക്യാമ്പസിൽ SFIയും ഇടതുപക്ഷ അനധ്യാപകരുടെ ഒരു വലിയ നെക്സസ് മഹാരാജാസ് ക്യാമ്പസിൽ കാലാകാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം എഴുതി കൂട്ടിയ തിരക്കഥകളുടെ ഭാഗമായിട്ട് നിരന്തരം മഹാരാജാസ് ക്യാമ്പസിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുക, SFI ഇതര സംഘടനയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ SFIയുടെ കൊടി പിടിക്കാത്ത വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം, ഒരു ഗൂഢമായിട്ടുള്ള ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ അത് തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. 2018 ശേഷം ഉണ്ടായ മഹാരാജാസ് ക്യാമ്പസിലുണ്ടായ അക്രമ പരമ്പരകൾ പരിശോധിക്കുകയാണെങ്കിൽ 28 ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങളാണ് മഹാരാജാസ് ക്യാമ്പസിൽ നടക്കുന്നത്. ആ 28ലും ഒരു ഭാഗത്ത് ഇരയാക്കപ്പെടുന്നത് KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. അവിടെ വേട്ടക്കാരന്റെ റോളിൽ ആ 28 ആക്രമണങ്ങളിലും SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുണ്ട്. എന്നാൽ ഇവിടുത്തെ പോലീസ് അധികാരികൾ അതിൽ കൃത്യമായിട്ടുള്ള വീഴ്ച ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ഇങ്ങനെ ഇത്രയേറെ അതിസുരക്ഷിതമായിട്ടുള്ള ഒരു മേഖലയിൽ എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ തൊട്ടടുത്തുള്ള മഹാരാജാസ് ഹോസ്റ്റലിൽ
മഹാരാജാസ് ഹോസ്റ്റൽ താലിബാൻ സംഘടനകൾ പോലും ചെയ്യുന്നതിനേക്കാളും അതിക്രൂരമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് SFI ഇതര വിദ്യാർത്ഥി സംഘടനകൾ ഇരയാക്കപ്പെടുന്നുണ്ട്. വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ആ ക്യാമ്പസിലും ആ ഹോസ്റ്റലുകളിലും നടക്കുന്നുണ്ട്. നിരന്തരമായി ഞങ്ങൾ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടെങ്കിലും അവർ അതിനൊന്നും മുഖവിലക്കെടുക്കാത്ത സാഹചര്യമാണ് തുടരെ മഹാരാജാസ് കോളേജിൽ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് മഹാരാജാസ് കോളേജിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടണമെന്നൊരു ആവശ്യം KSU മുന്നോട്ട് വയ്ക്കുകയാണ്. ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവിടെ ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ഇടപെടലുകൾ നടത്തണമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ നമ്മൾ മാധ്യമങ്ങളിലെല്ലാം ശ്രദ്ധിച്ചു, മഹാരാജാസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ജനറൽ ആശുപത്രിയിൽ വെച്ച് അതിക്രൂരമായി ആംബുലൻസിന്റെ അകത്ത് ഉൾപ്പെടെ വെച്ചിട്ട് ആക്രമിക്കുന്ന ആ ആശുപത്രി പോലും തല്ലി തകർക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ കേസ് ഏത് സാഹചര്യത്തിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്? ഇന്നലെ രണ്ടും വിഷയങ്ങളും ഇന്നലെ ഒരേ സമയത്ത് ഉണ്ടാകുന്നു. എന്നാൽ SFI-കാരൻ മാത്രം ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട വിഷയത്തിന് അടിയന്തരമായിട്ട് അവിടെ FIR ഇടുന്നു. മറ്റ് കേസുകളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. നിരന്തരമായിട്ട് പിന്നെ മാധ്യമങ്ങളുടെ എല്ലാം ഇടപെടലുകൾക്ക് ശേഷമാണ് ഈ കേസുകളിൽ ഉൾപ്പെടെ അവർ കേസുകൾ എടുത്തത്. അപ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ഒരു സമീപനം പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിലൊരു പുനർവിചിന്തനം കേരളത്തിലെ പോലീസ് സംവിധാനം നടത്തണമെന്ന് പറയുകയാണ്. കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒന്നും ഇത്തരത്തിൽ തുടരെ അക്രമങ്ങളുണ്ടായി അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടിനോട് KSUവിന് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുമ്പോഴും നിരന്തരമായി ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു. നിരന്തരമായി ഞങ്ങളുടെ പ്രവർത്തകർ അതിക്രൂരമായിട്ടുള്ള രീതിക്ക് ആക്രമിക്കപ്പെടുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിരോധം ഞങ്ങളുടെ മാർഗമാകും എന്നൊരു കാര്യം കൂടി SFI നേതൃത്വം കണക്ക് കൂട്ടുക. കാരണം SFI നേതൃത്വം അവിടുത്തെ വിദ്യാർത്ഥികളെ കൊണ്ട് ചുടുചോറ് എടുപ്പിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് നടക്കുന്നത്. അവിടുത്തെ യൂണിറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റു കാര്യങ്ങളെപ്പറ്റും ഒന്നും അറിയാതെ അവരെ നിരന്തരമായി ആക്രമണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനം. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ആൾക്കൂട്ട ആക്രമണം മഹാരാജാസ് ക്യാമ്പസിൽ ഉണ്ടാകുമ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി അവിടെ ക്യാമ്പസിൽ വന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്ന ഒരു ധൈര്യത്തിന്റെ പുറത്ത് ആ ക്യാമ്പസിൽ എന്ത് അഴിഞ്ഞാട്ടവും നടത്താമെന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുകയാണ്. ഇത് നമ്മൾക്ക് വെച്ചു പൊറപ്പിക്കാൻ ആകത്തില്ല. കാരണം വലിയ പൈതൃകമുള്ള വലിയ അക്കാദമിക് നിലവാരം പുലർത്തിയിരുന്ന ഒരു ക്യാമ്പസാണ് മഹാരാജാസ് ക്യാമ്പസ് എന്ന് പറയുന്നത്. അവിടെ നിരന്തരം ഇത്തരത്തിലേക്കുള്ള പ്രവണതയിലേക്ക് SFI തള്ളിവിടുന്നു. അതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണക്കാരൻ SFI തന്നെയാണ്. അതുകൊണ്ട് അവരുടെ സംസ്ഥാന നേതൃത്വം അതിലെ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാകണമെന്നൊരു ആവശ്യം കൂടി KSU മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്.